ഹലോ എവരിവൺ, എം ബി ക്ലോണിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എക്സാമിലേക്ക് നമ്മൾ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. 3 ദിവസം കൂടിയാണ് എക്സാമിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. കറണ്ട് അഫയേഴ്സ് മന്ത്ലി സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നു. മന്ത്ലി സീരീസിൽ ഓഗസ്റ്റ് മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഇവൻറ്റുകൾ ഞാൻ പറഞ്ഞു. 2024 ഇവൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എസ്പെഷ്യലി ഓഗസ്റ്റ് ജൂലൈ ശേഷമുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് എടുക്കാം. 2024 മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ കഴിഞ്ഞ ഗെയിമിന് ശേഷമുള്ളൊരു പോർഷൻ എന്ന നിലയിൽ ഈ 2025 ജാനുവരി വരെയുള്ള ഏരിയാസ് നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഗ്മെൻറ്റിൽ കാര്യമായിട്ട് നോക്കാം. ഈ ഒരു സെഗ്മെൻറ്റിൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻ പല ഏരിയാസിനാണ് ചോദിക്കുന്നത്. പക്ഷേ കൂടുതൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ വീഡിയോസിന് കവർ ചെയ്യുന്നത്. നിങ്ങൾ കെമാറ്റിനെ കുറച്ച് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോസുകളും നമ്മൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. മന്ത്ലി റീക്യാപ്പ് വീഡിയോസുകൾ ഇപ്പോൾ നവംബർ മാസത്തെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മെമ്പേഴ്സ് ഓൺലി, മെമ്പേഴ്സ് ഫസ്റ്റ് എന്നുള്ള ഓപ്ഷനിലാണ് ഇട്ടത്. ഇതുപോലെ സെപ്റ്റംബർ മാസത്തിലെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിരവധി ലോജിക് റീസണിങ് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതൊക്കെ എക്സ്ക്ലൂസീവായിട്ട് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർക്ക് നമ്മുടെ ജോയിൻ ഓപ്ഷൻ ഉപയോഗിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പോൾ തന്നെ ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് 59 റുപ്പീസ് എല്ലാ മന്ത്ലി വീക്ക് റീക്യാപ്പ് വീഡിയോകളിൽ ഈ ഒരു വീഡിയോ മാത്രമേ പബ്ലിക്കായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും നിലവിൽ. ബാക്കി വീഡിയോസൊക്കെ മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. എക്സാമിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, എക്സാമിന് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. 59 ഇസ് എ വെരി സ്മോൾ എമൗണ്ട്. ഈവൻ ആഫ്റ്റർ ദി എക്സാം ഇഫ് യു റിക്വയർ യു ക്യാൻ ക്യാൻസൽ ദാറ്റ് സബ്സ്ക്രിപ്ഷൻ ഓൾസോ. സോ 59 ഇസ് നോട്ട് എ വെരി ബിഗ് ഡീൽ. സോ നിങ്ങൾ ആലോചിച്ചാൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓപ്ഷൻ എടുക്കാം. ജോയിൻ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് UPI കൊടുത്ത് ഗൂഗിൾ പേയിലൂടെ UPI പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് എടുക്കാവുന്നതാണ്. സോ 59 ഇസ് ദ ചാർജ്. ഇതല്ലാണ്ട് നിരവധി പ്രിപ്പറേറ്ററി വീഡിയോസ് ചാനലിലുണ്ട്. ഏകദേശം 90 വീഡിയോസോളം ഉണ്ട്. ഞാൻ എല്ലാ തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ നിരവധി വീഡിയോസുകൾ നമുക്ക് ഓൾറെഡി വീഡിയോസ് കാണുന്നതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ അപൂർവം വീഡിയോസാണ് എപ്പോഴും സ്റ്റുഡൻസ് കാണുന്നുള്ളൂ. പക്ഷേ വീണ്ടും പല ആൾക്കാരും വീഡിയോസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിച്ച പല ടോപ്പിക്കുകളിലെ വീഡിയോസുകൾ തന്നെ ഇതിൽ തന്നെ ഓൾറെഡി കവേർഡാണ്. ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രിപ്പറേഷനായിട്ട് മാറാം എക്സാമിനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന വിനേഷ് ബോഗട്ട് ഹു റീസെൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ഫ്രം പാരീസ് ഒളിമ്പിക്സ് ഈസ് അസോസിയേറ്റഡ് വിച്ച് സ്പോർട്സ്. എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. റെസ്ലിംഗ് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. വിനേഷ് ബോഗട്ട് പിന്നീട് ഇലക്ഷനിലൊക്കെ മത്സരിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ വാർത്തയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഹു ഹാസ് ബീൻ റീസെൻ്റ്ലി അപ്പോയിൻറ്റഡ് ആസ് ന്യൂ ക്യാബിനറ്റ് സെക്രട്ടറി ഫോർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ അതൊരു ചാൻസലർ ക്വസ്റ്റ്യനാണ്. TV സോമനാഥൻ. അഗെയിൻ അദ്ദേഹം അതിന് തൊട്ട് മുമ്പത്തെ രാജീവ് ഗൗബ, അദ്ദേഹത്തിൻ്റെ ലോങ് സർവീസിന് ശേഷമാണ് ഈ ഒരു പുതിയൊരു അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഒരുപാട് 14 വർഷത്തോളത്തിന് ശേഷമാണ് ഒരു പുതിയൊരു 6 വർഷത്തോളം ശേഷം 5 വർഷത്തോളം ശേഷമാണ് ഇങ്ങനെ പുതിയൊരു അപ്പോയിൻമെൻറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്. Recently, India launched first 24/7 grain ATM. In which state? Grain ATM. Grain അവൈലബിൾ 24/7 അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ അല്ലെങ്കിൽ ATM ഏത് സ്റ്റേറ്റിലാണ് ലോഞ്ച് ചെയ്തതെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഒഡീഷയാണ്. ഒഡീഷയിലെ മഞ്ചേശ്വർ ആണ് റൈറ്റ് ആൻസർ. അഗെയിൻ യുണൈറ്റഡ് നാഷൻ്റെ ഫുഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഇന്ത്യൻ സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ പ്രോഗ്രാമത്തിൻ്റെ എല്ലാം കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഇത് റിലീസ് ചെയ്തേക്കുന്നത്. ഗ്രെയിൻ ATM എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് റൗണ്ട് ദ ക്ലോക്ക് ഗ്രെയിൻ ഡിസ്പെൻസിങ് മെഷീനാണ് ബേസിക്കലി. അഗെയിൻ അതൊരു ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. അഗെയിൻ വിച്ച് കൺട്രി വൺ ദ ബ്രോൺസ് മെഡൽ ഒളിമ്പിക്സിൽ. മുമ്പൊരു വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒളിമ്പിക്സ് റിലേറ്റഡ് ആയ വീഡിയോസുകൾ നിങ്ങൾ ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുക. ഒരിക്കൽ കൂടി ഞാനത് പിൻ ചെയ്യുന്നു. നമുക്ക് നിരവധി ഒളിമ്പിക്സ് റിലേറ്റഡ് വീഡിയോ 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒളിമ്പിക്സിൻ്റെ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഇന്ത്യ. നൗ വിച്ച് കൺട്രി, അഗെയിൻ ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചു എന്നുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. നൗ അനദർ ക്വസ്റ്റ്യൻ, വേൾഡ്സ് ഓൾഡസ്റ്റ് കലണ്ടർ. ഓഗസ്റ്റ് നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഇവൻ്റാണ്. ലോകത്തിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കലണ്ടർ ഡിസ്കവേർഡ് ആയത് ടർക്കിയിൽ നിന്നാണ് ഡിസ്കവേർഡ്. ടർക്കിയിലെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നാണ്, ഗൊബെൽഗി ടേപ്പ് എന്ന് പറഞ്ഞ ആർക്കിയോളജി സൈറ്റിൽ നിന്നാണ് ഈ ഒരു കലണ്ടർ ഡിസ്കവേർഡ് ആയത്. അത് ഓഗസ്റ്റ് സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. Which state has become the third state after Kerala and Bihar to introduce menstrual leave policy for working women? മെൻസ്ട്രൽ ലീവ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഒരുപാട്
കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് ന്യൂസിൽ ഒക്കെ ഒരുപാട് സെൻസേഷനായ കാര്യമായിരുന്നു. ന്യൂസ് റീച്ച് കിട്ടിയൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിനും ബീഹാറിന് ശേഷം ഒഡീഷ മൂന്നാമത്തെ സംസ്ഥാനം, മെൻസ്ട്രൽ ലീവ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൂന്നാമത്തെ സംസ്ഥാനം. Again, Prime Minister of India presented for Bishum Bharat Health Initiative for Sahyogita Maitri. Cubes to which country? Cubes ഏത് കൺട്രിക്കാണ്? പടം കാണാൻ വെച്ചപ്പോൾ ഇതിൻ്റെ ആൻസർ കാണുന്നതാണ് മനസ്സിലാവും. ഉക്രൈനാണ് ഇന്ത്യ കൈമാറിയത്. അതും ഓഗസ്റ്റിൽ നടന്ന ഒരു ഈ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. Again, recently, how many new districts have been announced for Union Territory of Ladakh by Union Home Minister? എത്ര സ്റ്റേറ്റാണ് ഡിസ്ട്രിക്റ്റുകളാണ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ആയിരുന്നുള്ളതാണ് ആൻസർ ക്വസ്റ്റ്യൻ. So that is 5 states. That is 5 states. That is another important update. Now, which country has recently banned 156 fixed dose combination FDC drugs? ചില ഡ്രഗ്സുകളൊക്കെ നിരോധിച്ചതിനെ പറ്റിയൊക്കെ വാർത്തകളൊക്കെ ന്യൂസിൽ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗവൺമെൻറ് ബാൻ ചെയ്ത്, ഇന്ത്യൻ ഗവൺമെൻറ്റാണ് അത് ബാൻ ചെയ്തത്. 156 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ബാൻ ചെയ്യുകയുണ്ടായി. What is the primary objective of BioE3 policy recently approved by cabinet government? ഇത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കണമെന്നില്ല, നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ജസ്റ്റ് ഐ എം ഷെയറിംഗ് ടു ഫോസ്റ്റർ ഹൈ പെർഫോമൻസ് ബയോ മാനുഫാക്ചറിങ്. ഇങ്ങനത്തെ കുറച്ച് ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിട്ട് ചോദിക്കാറ്. സിംഗിൾ വേർഡ് രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ഇങ്ങനത്തെ ആൻസേഴ്സിലേക്ക് എത്തുന്ന ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കുക. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ BioE3 പറ്റി ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ രീതിയിൽ ചോദിക്കാം. Again, finally, which space organization designed the skull of female half-humanoid Biomitra? ഇപ്പം ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഫീമെയിൽ ഹ്യൂമനോയിഡിൻ്റെ ഹാഫ് ഹ്യൂമനോയിഡിൻ്റെ പേര് ചോദിക്കാം. അതാരാണ് സ്പേസ് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്ത് ആരാണ് ചോദിക്കാം. സ്പേസ് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുന്ന ചോദിക്കുമ്പം മോസ്റ്റ്ലി ഇന്ത്യൻ കോണ്ടസ്റ്റിലൊക്കെ നമുക്ക് ISROയിലേക്ക് എത്താം. ISRO has designed the skull of Biomitra, the female half humanoid, as part of Mission 2025. അതിൻ്റെ ഇനി ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റ് അറ്റ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഇൻ ട്രിവാൻഡ്രം കേരള ഡിസൈൻ ദ സ്കൾ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ, ഹ്യൂമനോയിഡിൻ്റെ പേര്, ISRO. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് ഓഗസ്റ്റിലെ ഓഗസ്റ്റിലാണ് ചില പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സുകൾ. അതൊന്നും ശ്രദ്ധ വെക്കുക, വായിച്ചു നോക്കുക. മറ്റ് ഇവൻറ്റ്സുകൾ മറ്റ് മാസത്തെയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. കൂടുതൽ എക്സ്പോസീവ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ ജോയിൻ ബട്ടൺ ഉപയോഗിക്കുക, ജോയിൻ ചെയ്യുക. So 59 is not a big deal. So try to take membership and have a good preparation. വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ all of you take care.